ഞാൻ പണ്ട് കുറേ പേരെടുത്ത് ഇങ്ങനെ വാദിച്ച് നിന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ ഭയങ്കര പ്രശ്നമാണ്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ ലൈഫ് എന്തൊരു ബോറിങ് ആയിരിക്കും, എങ്ങനെയാണ് അവരിങ്ങനെ നിൽക്കുക എന്നുള്ള കാര്യം. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കാൻ ഭയങ്കര പേടി. എനിക്ക് പ്രേതം പിടിക്കും, അങ്ങനെ ഓരോ ചിന്തകളായിരിക്കും. ഞാൻ ന്യൂസ് വരെ വെച്ചിട്ടുണ്ട്, അവർ സംസാരിക്കുമ്പം നമുക്കൊരു ഒറ്റയ്ക്കുള്ള ഫീല് കിട്ടരുതല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ ഭയങ്കര ടോക്കറ്റീവ് അല്ല, പക്ഷെ എന്നാലും എനിക്ക് എപ്പോഴും കുറേ ആൾക്കാർ സംസാരിക്കണം. എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ തീരെ ഒരു സൈലൻസിൻ്റെ എസ് പോലും അറിയാത്തൊരു സ്ഥലമായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഭയങ്കര ഒരു മൂകത, എന്താണെന്നറിയില്ല, ഫുള്ള് മൂകത. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാരെ പോലും ചോദിച്ചിട്ടുണ്ട്, എനിക്കിങ്ങനെ ബോറടിക്കില്ല ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ. അതേ ജസ്റ്റ് സ്മൈൽ ആൻഡ് പറയുക, അത് ടൈം ആകുമ്പോൾ എനിക്ക് മനസ്സിലാവും. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായില്ല, പിന്നെ ടൈം ആയപ്പോൾ എനിക്ക് മനസ്സിലായി. പിൻ ഡ്രോപ്പ് സൈലൻസ് മാത്രമല്ല ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്ന് പറയുമ്പോഴുള്ള കാര്യമാണ്. നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന കുറേ സംഭവങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യും. നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫുഡ് വെച്ചു, പിന്നെ എനിക്ക് ഡിഷസ് ചെയ്യാൻ താല്പര്യം ഉണ്ടായില്ല. അപ്പോൾ ചെയ്യേണ്ട, ഫുൾ വീട് ക്ലീൻ ആയിരിക്കണം. എനിക്ക് ചെയ്യാം പ്രേതം ഇല്ല എന്നുള്ള കാര്യം നമ്മൾ റിയലൈസ് ചെയ്യും. ഭയങ്കരമായിട്ട് നമുക്ക് പേടിയെല്ലാം മാറും. വി ഹാവ് മെനി അതർ തിങ്സ് ടു തിങ്ക് അബൌട്ട് റാദർ ദാൻ ഗോസ്റ്റ്. അപ്പോൾ പേടിയൊന്നും നമുക്ക് ചിന്തയിലേ വരില്ല. നമ്മൾ കുറേ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. നമ്മൾ ആക്ച്വലി ഇൻഡിപെൻഡൻ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. വി വിൽ ബി മോർ ക്രിയേറ്റീവ്. എന്നെപ്പോലെ ഇങ്ങനെ മുന്നേ കൺഫ്യൂഷൻ അടിച്ചു നിന്ന ആൾക്കാരുണ്ടെങ്കിൽ യു വിൽ ഫീൽ ഹാപ്പി ഇൻ യുവർ സെൽഫ്. ഐ ഡോണ്ട് നോ വൈ ഈവൻ ഐ എം ടോക്കിംഗ് ലൈക്ക് ദിസ്. പക്ഷേ ഇങ്ങനത്തെ സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുന്നത്. അതുകൊണ്ട് ഞാൻ ഓൺ സ്പോട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് ജസ്റ്റ് വാണ്ടഡ് ടു ഷെയർ.